ഈ അടുത്ത കാലത്ത് ഇവര് ഈ ശ്രീതു തല മുട്ടയടിച്ച് നിൽക്കുന്നു. അപ്പൊ ഞാൻ ഇവരുടെ അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ മരണം രജിസ്റ്റർ ചെയ്യുന്നതിലേക്ക് വേണ്ടി ഡെത്ത് രജിസ്റ്റർ ഫോം കൊടുക്കാൻ വേണ്ടി ഞാനിങ്ങനെ വീട്ടിൽ പോയി. അവരോട് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഇങ്ങനെ തലമുടി മുട്ടയടിച്ച കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അതിന് മുന്നൊരിക്കലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ അച്ഛൻ്റെ അസുഖമായതുകൊണ്ട് ഭേദമാകാൻ വേണ്ടി തല മുട്ടയടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ്റെ അസുഖം ഭേദമായി, അങ്ങനെ മുട്ടയടിച്ചു എന്ന് പറഞ്ഞു. ഈ കൊണ്ടുകൊടുക്കാൻ ഞാൻ ചോദിച്ചും പറഞ്ഞു അതിപ്പോൾ ഇവൾക്കും അസുഖത്തിൻ്റെത് കീമോ ചെയ്യണം, അതിലേക്ക് വേണ്ടി എന്ന് പറഞ്ഞു. ഇങ്ങനെ ഓരോ തരത്തിൽ അച്ഛനെ പലവട്ടം പലവരും അച്ഛനെ ആളുകളുടെ മുമ്പിൽ കടക്കാരുടെ മുമ്പിൽ സീരിയസ് ആക്കിയും കൊല്ലാനുമായി ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ കൊന്നതായി അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ മരണം ഒരു ഡോക്ടറെ കൊണ്ടുവന്ന് ഐഡന്റിഫൈ ചെയ്തതല്ല. ഇപ്പോൾ ഇതെല്ലാം കൂടെ കാണുമ്പോഴേക്കും ഞങ്ങൾക്ക് ആ ഒരു മരണത്തിലും ദുരൂഹത ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് അച്ഛൻ്റെ മരണത്തിൽ. കാരണം ഒരു 7-7:30 ഇവർ മരണം അറിയിക്കുന്നത് വൈകുന്നേരം. മരണം ഇവർ ബന്ധുക്കളെ വിളിച്ചറിയിക്കുമ്പോൾ ബന്ധുക്കൾ വിശ്വസിക്കുന്നില്ല. കാരണം നിരവധി വട്ടം ഇയാൾ ഇതിനു മുമ്പ് ഇങ്ങനെ മരണം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടെന്നറിയാമോ, നമ്മൾ ഇന്നലെ ആ ബോഡി കൊണ്ടുവച്ച വീട്ടിലെ രാഗിണിയുടെ സഹോദരൻ ശ്രീധരൻ നായരുടെ ഭാര്യ രാജമ്മ തങ്കച്ചിയെ ബന്ധുക്കൾ വിളിച്ചറിയിക്കുന്നു. രാജമ്മ തങ്കച്ചി ഇങ്ങനെ ഒരു 7-7:30 ഇങ്ങനെ ഇതിൽ ഓടി വിടുമ്പോൾ ഞാനിങ്ങനെ വണ്ടിയിൽ വന്നുകൊണ്ട് നിൽക്കുമ്പോൾ എന്നോട് ചോദിച്ചു, മുമ്പ് താഴെ നിന്നാണ് വന്നത്, ഇങ്ങനെ രാഗിണിയുടെ ഭർത്താവ് ഉദയൻ മരണപ്പെട്ടു എന്ന് പറയും, നാള് കൂടി നിൽപ്പുണ്ടെന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല, അങ്ങനെയൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല, അങ്ങനെ ഒരു കൂട്ടം കണ്ടില്ല എന്ന് പറഞ്ഞു. ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ഇവരുടെ ഒരു ബന്ധു ഒരു പയ്യൻ വന്നു. അപ്പോൾ അവനോട് ഈ രാജമ്മ തങ്കച്ചി എന്നെ പറഞ്ഞു, അവിടെ പോയി നോക്കണം, വെറുതെ നോക്കിയാൽ പോരാ, നീ അകത്ത് കയറി ഉദയനെ നോക്കണം, മരിച്ചുവെങ്കിലേ നീ തിരിച്ചു വരാ, പറഞ്ഞിട്ട് നിനക്ക് ഉറപ്പായെങ്കിലേ തിരിച്ചു വരാവുള്ളൂ. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അമ്മന്ന് പറഞ്ഞില്ല, മരിച്ചു, യാഥാർത്ഥ്യം. പിന്നെയാണ് രാജമ്മ തങ്കച്ചി പോയി ബന്ധുക്കളെ അറിയിച്ചത് മരിച്ചത് യാഥാർത്ഥ്യമാണ് എന്ന് ബന്ധുക്കൾ അറിയിക്കേണ്ടത്. ഇപ്പോൾ നിംസിൽ ഈ ഉദയൻ സുഖമില്ലാതെ നടന്നു. അവരുടെ ബന്ധുക്കൾ, ഉദയന്റെ കുടുംബം ഇവിടെ എന്ന് പറഞ്ഞത് അന്തിയൂരാണ്. അവിടുത്തെ അവരുടെ ബന്ധുക്കൾ, അതായത് ഉദയന്റെ ഈ ജ്യേഷ്ഠനും അവരുടെ മക്കളൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്. അവരുടെ അടുത്തെല്ലാം പോയി പറഞ്ഞ നിംസിൽ വലിയൊരു ഓപ്പറേഷൻ തുക വേണം, 10-15 ലക്ഷം രൂപയെ കൂടുതലാകും, അതിന് ഓരോ ബന്ധുക്കളും 1.5 ലക്ഷം 2 ലക്ഷം ഈ ക്രമത്തിൽ തന്നെ ഇവർ തന്നെ നിശ്ചയിച്ചു കൊണ്ട് പോയി പൈസയുടെ കണക്ക് പറഞ്ഞപ്പോഴേക്കും അതിലെ ആ കുടുംബത്തിലെ ഉദയന്റെ ജ്യേഷ്ഠന്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ച് ചോദിക്കണം, നമ്മുടെ ഇങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്ന് തിരക്കിയിട്ടൊന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ തിരക്കി പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഏതൊരു സംഭവമില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഈ പറഞ്ഞതിന് പിറ്റേന്ന് ഉദയനെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പിറ്റേന്ന് വീട്ടിൽ വന്നു. അതിനുശേഷമാണ് പൈസക്കാർ വന്നപ്പോഴേക്കും ഉദയനെ കൊണ്ടുവന്ന് പിടിച്ചു കിടത്തുന്നതും ഇങ്ങനെയുള്ള ഷോകൾ കാണിക്കുന്നില്ല. അതുകൊണ്ട് ഇന്ന് ഇപ്പോൾ രാഗിണിയുടെ മകൾ ശ്രീതു ഇത്തരണത്തിൽ ഒഴിഞ്ഞു മാറി നിൽക്കുന്നെങ്കിൽ അത് ബോധപൂർവം കരിയുടെ തലയിൽ വെച്ച് കെട്ടുകയാണ്. പക്ഷെ ഇവർക്കെല്ലാം അറിയാം ഇതിൻ്റെ എല്ലാം സൂത്രക്കാരി, ഇതിൻ്റെ എല്ലാം നാടകം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർ ചാറ്റ് ചെയ്തു എന്ന് പറയുന്നതിലേ ഇന്ന് ഈ ഹരികുമാറിനോടൊപ്പം പഠിച്ച 1-2 കുട്ടികൾ എന്നോട് കണ്ടപ്പോൾ ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഇവൻ പഠിക്കുന്ന കാലയളവിൽ ABC എന്ന് എഴുതാൻ അറിഞ്ഞുകൂടാത്തതുണ്ട് എന്ന് പറഞ്ഞവർക്ക് ചാറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാതിരിക്കണം എന്നല്ല, അക്ഷരങ്ങൾ പോലും ശരിക്കും അറിഞ്ഞുകൂടാത്തവൻ ഇത്രയും സമർത്ഥമായി ചെയ്യുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇവന്റെ മൊബൈലിൽ ശ്രീധുവിന് തന്നെ ഈ പ്രക്രിയകൾ ചെയ്തുകൂടെ എന്നൊരു തിരിച്ചൊരു ചോദ്യം അവർ ചോദിക്കുന്നു. അതിപ്പോൾ സംശയങ്ങളാണ്, ഇതൊന്നും യാഥാർത്ഥ്യമാകണമെന്നില്ല. കാരണം മൊബൈൽ ഉപയോഗിക്കുന്ന ഇന്നത്തെ അതിന് ശരിക്ക് വിദ്യാഭ്യാസമൊന്നും വേണ്ട. അപ്പോൾ ആ പ്രക്രിയയിലും ആകാം. അപ്പോൾ ഏതായാലും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കേന്ദ്ര ബിന്ദു ശ്രീധു തന്നെയാണ്. പിന്നെ ഞാൻ ഇപ്പോൾ റോട്ടിൽ ഇവിടെ വന്നപ്പോഴാണ് അറിയാം, വീട്ടിൽ ചില ആൾ പറഞ്ഞത് തൻ്റെ കൊന്നെന്നാണ് ഇപ്പം തെളിയണമെന്നാണ് വരണമെന്നാണ് പറയുന്നത്. അപ്പോൾ അസ്ഥിയൊക്കെ വാരി കളഞ്ഞെന്നാണ് പറഞ്ഞത്. അപ്പോൾ അസ്ഥി ഇവിടെ കാണും, ഈ വീട്ടിൻ്റെ അവിടെ ചെടി നട്ടു വെച്ചിട്ടായി കാണും. പോറ്റിയാണ് 30 ലക്ഷം തട്ടിയെടുത്തത്. ഇപ്പോൾ പോറ്റിയെ കൊണ്ടുവന്നു അങ്ങ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ദുരാതല്ല ഒരുപാട് എന്താ കൊണ്ടിരുന്നത്, ആകെ കൊടുത്തളാ കൊച്ചി, നല്ലൊരു കൊച്ചി, തങ്കമായ കൊച്ചി. ഇവിടെ എന്തിനു കൊല്ലാൻ പോയത്? ദേവത്ത് പോകണമെങ്കിൽ അങ്ങ് പോകണ്ടേ? നമ്മുടെ അല്ലെങ്കിൽ ആകെ ഒരു അനാഥരത്തി കൊണ്ടൊന്ന് കൊടുക്കാറുണ്ട് ആ കൊച്ചിന്. അതിന് പൊന്നുവല്ല ആകെ കൊടുക്കുമായിരുന്നല്ലോ. സത്യം പറഞ്ഞാൽ കണ്ട ആ കൊച്ചെ നിങ്ങളാരും എടുത്തുകൊണ്ട് പോകും. ഞാൻ പറഞ്ഞ എവിടെയൊക്കെ വിടരുത്, എവിടെയും എടുത്ത് കൊണ്ടിട്ട് വെടിയിറങ്ങി ഇവിടെ ജീവിക്കരുത്, മനസ്സിലായോ? ജീവിക്കാത്ത രീതിയിൽ ഇവിടെ കള്ളി ലോഹ കള്ളി ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഉരുപ്പടി എന്താ മോട്ടിച്ചെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് അവരൊക്കെ വെറുത്തത്. കൊച്ചിനെ കാണാൻ സമ്മതിക്കില്ല അവരെ, തന്തേനെ തള്ളി. കൊച്ചിന് ഈ ഇവിടെ കാണിക്കും. ഇവിടെ ആളുമാറ്റി ഒരു സഹകരണമില്ല, ആരും മിണ്ടില്ല. തൊട്ടടുത്ത വീട് മുടക്കാണ്. അത് നിങ്ങളവിടെയെങ്കിലും ആ വീട്ടിലുണ്ട്, അവരുമായിട്ട് മുടക്കാണ്. ഇവരുമായിട്ട് ഒരു സഹകരണമില്ല. കാരണം സഹകരണ ആളുകൾ അറിയുമല്ലോ. ഈ സ്വാമിയുടെ കഥ പോലെയാണ് ഇപ്പോൾ നടക്കുന്നത്. ആ സ്വാമി അന്ന് അറിഞ്ഞെങ്കിൽ ഇന്ന് വല്ല ആവുമെന്ന് അതിനെ വെട്ടി കീറിപ്പോളെന്നാണ് പിന്നെ കൊണ്ടുവരാൻ വല്ല പലവുണ്ട്. എന്തൊരു പറയാം, നല്ല സ്നേഹമുള്ള കൊച്ചായിരുന്നു. അയാളും നല്ല മര്യാദ സ്വന്തം
ഇവിടെ പെൺഭരണമാണല്ലോ അവിടെ, പെൺഭരണമാണല്ലോ. തള്ളയും മോളും ഒക്കെ എവിടേക്ക് എല്ലാവർക്കും അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആർക്ക് ഈ വീട്ടുകാർക്ക് എല്ലാവർക്കും ഈ കാര്യം അറിയാൻ സുഖമാണ്. അത് അമ്മൂമ്മ തള്ളയും കൂടെ പിടിച്ച് ചോദ്യം ചെയ്ത് ചിലപ്പോൾ അറിയാം. പിന്നെ കിട്ടുമ്പോൾ തെളിക്കും, അത് വേറെ സത്യം. അത് എവന് ഒരു അസുഖമൊന്നും വേണ്ടാണ് ഇരിക്കുന്നത്, അവന് ഒരു അസുഖമില്ല. ഇവന് രോഗി എന്ത് മാനസിക രോഗിയെ അറിയിക്കാൻ വേണ്ടി ആഹാരം കഴിക്കാത്തതും ഇരിക്കുന്നത്. ഇവന് ഒരു കുഴപ്പമില്ല. ഇതിനകത്ത് ഒരുപാട് കളികളെന്തോ ഉണ്ട് ഇതിനകത്ത്. അല്ലെങ്കിൽ ഒരിക്കൽ പറഞ്ഞെന്ന് എന്തൊരു ചാച്ചിയ ഉള്ളോട് കൂടി, ഒരിക്കൽ പറഞ്ഞ ചാച്ചിയെ രക്ഷപ്പെടുത്താനെന്ന് ഓരോരുത്തർ പറഞ്ഞാണ് ഞാൻ അറിയണത്. നമ്മളിവിടെ നിൽക്കുമ്പോൾ ഓരോരുത്തർ പറയും. പക്ഷേ ഇവൻ നേറ്റിക്കരെ കൊണ്ടുപോയി അവൻ്റെ ഇതോട് കൂടി എൻ്റെ കളി സംശയമൊന്നും വേണ്ട. 12 ചൊല്ലിക്കൊണ്ട് ഇട്ട് കൊടുക്കുമെങ്കിൽ നല്ല ചാപ്പാടും കിട്ടിയുമ്പോൾ തത്ത പറയുമ്പോൾ എല്ലാം പറഞ്ഞു കൊടുക്കും. ഞാൻ പറയും ഇവനെ വിടുന്നു കൊച്ചുപിള്ള വേറെ ഒരു അടിയാൻ കൂടി കൊച്ചിന്. അതല്ല ഈ ജീവനോടെ എടുത്ത് കേണ്ടിട്ടത് എന്ത് അനുഭവിച്ചാണ് അവർക്ക്. ഈ അമ്മയാണ് എൻ്റെ കൈ, അമ്മക്കൊക്കെ ഇവിടെ വന്നവർക്ക് അവൻ്റെ കൈ കിട്ടിയൊക്കെ അവന് വലിച്ച് കീറി വെക്കുമായിരുന്നു. അത്ര കലിയുണ്ടായത് ഇവിടെ. എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം കൊച്ചിനെ. അപ്പം നല്ല ഇങ്ങനെ റോട്ടിൽ കൊണ്ടുവരും. അപ്പം എല്ലാവരും വലിയ കാര്യമാണ്. സത്യം, എല്ലാം വലിയ കാര്യമാണ്. ചിരിച്ചുകൊണ്ട് ഇവൻ പറയില്ല, നിങ്ങൾ പറഞ്ഞ് ചിരിച്ചിരിക്കും. ഇവന് ആക്കിന് കൊടുത്തിടാത്ത കൊച്ചിനെ ആരെങ്കിലും വളർത്തുമായിരുന്നല്ല, അനാഥാരത്തിൽ കൊണ്ടുപോയാലേ ആരെങ്കിലും കൊണ്ടും പോകും. ആര് കണ്ടാലും ആഴം കൂടെയൊന്നുമില്ല. കൊച്ചേ കാണാനൊക്കെ ചൂണ്ടിച്ച് ആരോഗ്യമൊക്കെ ഉണ്ട്.